ലിസബത്ത് വെല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് എക്സർസൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് വയറൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കുറച്ചേ മതിയാവും. വയറ് നല്ലോണം കുറയ്ക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ നടക്കാൻ ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്. നടക്കാൻ എനിക്ക് തീരെ മടിയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സർസൈസാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതും നല്ല പ്രായമുള്ള അമ്മമാർക്ക്, 50 വയസ്സായാലും കൂടിയ അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്കിത് സൈഡിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കേണ്ട, കിടക്കുകയും വേണ്ട, നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും എല്ലാ എക്സർസൈസൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് എക്സർസൈസാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ പവർഫുള്ളാണ്. പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഒരു യോഗ പഠിച്ച ആളോ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ട്രെയിനറോ ഒന്നുമല്ല. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് ഫീൽഡുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹോക്കിയിൽ നാഷണൽ പ്ലെയറായിരുന്നു. ഒരു 3-4 വട്ടം ഞാൻ കേരള ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ഡെയിലി പ്രാക്ടീസ് ചെയ്യും. രാവിലെയും വൈകുന്നേരമൊക്കെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇതുപോലെയുള്ള എക്സർസൈസൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് അന്ന് ചെയ്യുന്ന വയറ് പോകാനൊന്നുമല്ല, നമ്മൾ ഹോൾ ബോഡിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നല്ല കുറച്ച് ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ആ രീതിയൊക്കെ വെച്ചിട്ട് കുറച്ച് എക്സർസൈസ് ഞാൻ ചെയ്തു നോക്കി. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം വന്നു. എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഷുഗറൊക്കെ കൂടുന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് രാത്രി കിടന്നു കഴിഞ്ഞാൽ ഒരു 2-3 വട്ടമൊക്കെ ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യണം എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും എന്നെപ്പോലെ ഇങ്ങനെ മടിയുള്ള കുറേ അമ്മമാരുണ്ട്, അതുപോലെ നല്ല വയറുള്ള അമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ചെങ്കിലും ഗുണം കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഞാൻ ഇപ്പം തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്ന് കരുതി ഞാനിപ്പോൾ വയറൊക്കെ കുറഞ്ഞങ്ങനെ സ്ലിം ബ്യൂട്ടി ആയിട്ടുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. എനിക്കിപ്പോഴും വയറൊക്കെ ഉണ്ട്. ഞാനിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ എക്സർസൈസൊക്കെ ചെയ്യുമ്പം ആഴ്ചയിൽ ഒരു 5 ദിവസമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇടയ്ക്കൊന്ന് വിട്ടുപോയെന്നോർത്ത് ഒരു കുഴപ്പമില്ല, എന്നാലും കഴിയുന്നതും ചെയ്യുക. ഇനിയിപ്പോൾ വയറൊക്കെ കുറഞ്ഞാലും ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് നിർത്തരുത്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ എക്സർസൈസ്, നമ്മൾ കൈ വീശി നല്ലപോലെ അങ്ങ് നടക്കുക. നടക്കുന്ന പോലെ തന്നെ നിന്നിടത്ത് നിന്ന് തന്നെ ചെയ്താൽ മതി. ഞാൻ 20 പ്രാവശ്യം ഓരോന്നും ചെയ്ത് കാണിക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അടുത്തത്, നമ്മുടെ കൈകൾ നമ്മൾ 2 സൈഡിലേക്ക് ഇതുപോലെ നല്ല ഫോഴ്സ് കൊടുത്ത് അങ്ങോട്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇനി നമ്മൾ ചെയ്യുന്നത്, കൈകൾ നല്ല ഫോഴ്സ് കൊടുത്ത് ബാക്കിലേക്ക് മാക്സിമം ഇതുപോലെ ആക്കുക. അതോടൊപ്പം കാലും ബാക്കിലേക്ക് മടക്കി കൊടുക്കുക, മാക്സിമം മടക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇനി നാലാമത്തെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15
16, 17, 18, 19, 20. അടുത്ത എക്സർസൈസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി കൈകൾ ഇതുപോലെ ഉയർത്തി പിടിക്കുക. കാൽമുട്ട് നമ്മൾ മാക്സിമം ഉയർത്താവുന്ന അത്ര ഉയർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി നമ്മളുടെ കൈമുട്ട് ഈ കാൽമുട്ടിൽ മുട്ടിക്കുക. മുട്ടിയില്ലെങ്കിൽ നമ്മൾ മുട്ടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അടുത്തത് നമ്മുടെ കൈകൾ ഉയർത്തുക. കൈകൾ ഇങ്ങനെ കൊണ്ടുവന്ന് കാലിന് അടിഭാഗത്ത് വന്ന് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അടുത്തത് കൈകൾ നമ്മൾ ഇതുപോലെ ചേർത്ത് പിടിക്കുക. കാല് മാക്സിമം ഉയർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അടുത്തത് നമ്മുടെ ശരീരം മാക്സിമം നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് തിരിക്കാൻ നോക്കുക. എന്നിട്ട് കൈകൾ ഇതുപോലെ തന്നെ മുട്ടുമെന്ന് ശ്രമിക്കുക. മുട്ടണമെന്നില്ല, എന്നാലും മാക്സിമം അതുപോലെ നമ്മൾ ശ്രമിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അടുത്തത് നമ്മൾ കാല് കുറച്ച് അകത്തി വയ്ക്കുക. എന്നിട്ട് ഇടത് കൈ വലത് കാലിലും വലത് കൈ ഇടത് കാലിലും ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി ലാസ്റ്റ് എക്സർസൈസാണ്. കൈകൾ നമ്മൾ ഉയർത്തി ബാക്കിലേക്ക് മാക്സിമം വളയുക. എന്നിട്ട് ഫ്രണ്ടിലേക്ക് നമ്മൾ കുനിയാൻ പറ്റുന്ന അത്രയും കുനിയുക. കൈകൾ ബാക്കിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. 1, 2, 3, 4, 5,
6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ഇപ്പം 12 എക്സർസൈസാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളേ ഉള്ളൂ. പക്ഷേ നല്ല ഗുണമുള്ള എക്സർസൈസാണ്. നിങ്ങൾ ഒരാഴ്ച തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നവർ കണ്ടിന്യൂസ് ചെയ്യുക. നിങ്ങളിപ്പോൾ തംബ്നെയിൽ കണ്ടല്ലോ, ആ പിക്ചർ എൻ്റെ തന്നെയാണ്. അപ്പോൾ 2 ആഴ്ച ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വന്ന മാറ്റമാണ് ഞാനതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വയറ് കുറയുക മാത്രമല്ല, ഷുഗറും കുറയുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ എക്സർസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം കുറേശ്ശെ ചെയ്യണം. ഒത്തിരി പ്രാവശ്യമൊന്നും ചെയ്യരുത്, നമുക്ക് ദേഹം വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം കുറേശ്ശെ ചെയ്യുക, പിന്നെ അത് കൂട്ടി ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കി നിങ്ങളുടെ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. എനിക്കെന്തായാലും നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നടന്ന പോലെ തന്നെ ഒന്നും കൂടി ഒന്ന് നടന്ന് നിർത്താം. ഇത്ര എക്സർസൈസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും മടുക്കും. അപ്പം നമ്മൾ മടുക്കണം, ചെയ്ത് വേർത്തൊക്കെ തുടങ്ങണം, അതാണ് നല്ലത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.